കൈക്കൂലി കേസിൽ ന്യൂയോർക്ക് മേയർ എറിക് ആഡംസ് കോടതിയിൽ കീഴടങ്ങി. 6 വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചവർക്ക് അനുകൂലമായി വഴിവിട്ട തീരുമാനങ്ങൾ എടുത്തുവെന്ന ഗുരുതര ആരോപണമാണ് കുറ്റപത്രത്തിലുള്ളത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ന്യൂയോർക്കിന്റെ നഗരപിതാവ് എറിക് ആഡംസ് അല്പമണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ തൊട്ടുപുറകിൽ കാണുന്ന കോടതിയിൽ കീഴടങ്ങിയത്. രാവിലെ 9 മണിക്ക് തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തു വന്ന എറിക് ആഡംസ് നേരെ ഈ കോടതിയിൽ വന്ന് കീഴടങ്ങുകയായിരുന്നു. കോടതി നടപടിക്രമങ്ങളായ ഫിംഗർ പ്രിന്റ്, അതുപോലെ അദ്ദേഹത്തിന്റെ ചിത്രവും ഒക്കെ എടുത്തതിന് ശേഷമാണ് ജഡ്ജിന്റെ മുമ്പിൽ ഹാജരായത്. ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുള്ള കുറ്റപത്രമാണ് അദ്ദേഹത്തിനെതിരെ ഇന്നലെ സമർപ്പിച്ചിരിക്കുന്നത്. അനധികൃതമായി പൈസ സ്വീകരിച്ചു, അതുപോലെ തുർക്കി, ഇസ്രയേൽ, ചൈന, ഖത്തർ തുടങ്ങി 6 വിദേശ രാജ്യങ്ങൾക്ക് അവരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചതിന് ശേഷം അവർക്ക് അനുകൂലമായ പല തീരുമാനങ്ങളും എടുത്തു എന്നുള്ള വലിയ കുറ്റങ്ങളാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. $1,23,000 സൗജന്യ ഹോട്ടലുകളിൽ, ആഡംബര ഹോട്ടലുകളിൽ താമസിച്ചു, അതുപോലെ തുച്ഛമായ വിമാന ടിക്കറ്റുകൾ സംഘടിപ്പിച്ചു. ഇത് കൂടാതെ $10 മില്യൺ തന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് അനധികൃതമായി സ്വീകരിച്ചു എന്നിങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ളത്. എറിക് ആഡംസ് രാജിവെക്കാൻ ഉദ്ദേശമില്ലെന്നാണ് അദ്ദേഹം ഇതിനുശേഷം പറഞ്ഞത്. തന്നെ ജോ ബൈഡൻ ഭരണകൂടം വേട്ടയാടുകയാണ്. അനധികൃത കുടിയേറ്റത്തിനെതിരെ സംസാരിച്ചതോടുകൂടിയാണ് ബൈഡൻ ഭരണകൂടം തനിക്കെതിരെ തിരിഞ്ഞു എന്നാണ് എറിക് ആഡംസ് മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞത്.